എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്നേഹത്തിന് വേണ്ടി ഒരു ദിവസം, സ്നേഹിക്കാൻ വേണ്ടി ഒരു ദിവസം, സ്നേഹിക്കപ്പെടാൻ വേണ്ടി ഒരു ദിവസം. വാലന്റൈൻസ് ഡേ, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഞാൻ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്സ് ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യാൻ പോകും. കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓൾ പർപ്പസ് ഫ്ലവർ വേണം, പൊടിച്ച പഞ്ചസാര വേണം, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട്, കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടി ഒരുമിച്ച് അരിച്ചെടുക്കാം. കൊക്കോ പൗഡർ കട്ട കാണും, അതുകൊണ്ടാണ് അരിക്കുന്നത്. ഞാനിത് സ്റ്റാൻഡ് മിക്സറല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലേക്ക് തന്നെ അരിച്ചങ്ങിടാൻ പോവാണ്. അപ്പോൾ ആദ്യം മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ, ഇതിലോട്ട് ഷുഗർ പൊടിച്ചതാണ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട്, കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചു കഴിഞ്ഞു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി മുട്ടയുണ്ട്, ബട്ടർ മിൽക്ക് ഉണ്ട്, നമ്മുടെ മോരുണ്ട്, എന്നിട്ട് ഫുഡ് കളറും ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് മോര് 1/4 കപ്പ്, തൈരിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്താണ്, 3/4 കപ്പുണ്ട്. ഈ ബട്ടർ മിൽക്ക് ഒഴിക്കുമ്പോൾ എന്താ ഗുണം എന്നറിയാമോ? സോഡയുമായിട്ട് ചേർന്ന് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് സോഫ്റ്റ് ആവും നമ്മുടെ കപ്പ് കേക്ക്സ്. റെഡ് വെൽവെറ്റ് കേക്ക് അല്ലേ, അപ്പോൾ റെഡ് കളർ വേണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇതിലേക്ക് 2-3 തുള്ളി, നിങ്ങൾ കളർ അനുസരിച്ച് ഒഴിച്ചാൽ മതി, ഫുഡ് കളർ ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ കളറാ? ഈ കളറാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തു. ഇത് സൈഡിലോട്ട് മാറ്റിയേക്കാം. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും റെഡിയാക്കി. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ബട്ടർ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ടിട്ട് മിക്സ് ചെയ്ത് നല്ല തരി പോലെ ആക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് മിക്സർ വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ വെച്ചോ അല്ല കൈ കൊണ്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് ബട്ടർ. വേണ്ടോ, നല്ല തരിയായിട്ടിരിക്കുന്നത് ബട്ടറോട് ചേർന്നിട്ട് ഇങ്ങനെയാവണം. ഇതിലേക്ക് മുട്ടയും ബട്ടർ മിൽക്കൂടെയുള്ള മിക്സർ ഒഴിച്ചു കൊടുക്കുകയാണേ, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോയിൽ തുടങ്ങിയാൽ ബീറ്റ് ചെയ്യാൻ, പതുക്കെ ഗ്രാജ്വലി മീഡിയത്തിലാക്കാം. കളർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, അങ്ങനെ തോന്നുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്യും. ബാക്കിയും കൂടെ ആഡ് ചെയ്യാണ്. മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു കപ്പ് കേക്ക് മോൾഡിലേക്ക് മാറ്റാം. കേക്ക് ബാറ്റർ എല്ലാം മോൾഡിലെല്ലാം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് ബേക്ക് ചെയ്യാൻ പോവാം. 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 15 to 20 മിനിറ്റ്സ്. റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്സ് എല്ലാം ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്കൊരു ബട്ടർ ക്രീമും കൂടെ വെക്കാം, അപ്പം കുറച്ചും കൂടെയും ടേസ്റ്റ് ആവും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് ഷുഗർ വേണം, പൗഡേർഡ് ഷുഗർ ആണ്, പൊടിച്ച പഞ്ചസാരയാണ്, ബട്ടർ ഉണ്ട്, ക്രീം ചീസ് ഉണ്ട്, പിന്നെ വെനില എസൻസ് ഉണ്ട്, സോൾട്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. സോ ആദ്യം ഷുഗർ ബട്ടറും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ബട്ടറും കൂടെ ഒരുപാടങ്ങ് സ്മൂത്ത് ആയില്ല, പക്ഷേ സ്മൂത്തായി. ഇതിലേക്ക് ക്രീം ചീസ് ഇടാൻ പോവാണ്. ക്രീം ചീസ് നിങ്ങൾക്കില്ലെങ്കിൽ ഹെവി ക്രീം ഇടാം, വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതിടാം. ഇതിലോട്ട് വെനില എക്സ്ട്രാക്റ്റ് ഒഴിക്കുകയാണ്. ഒരു നുള്ളു സോൾട്ട് ഇടാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ക്രീമി പരുവത്തിലാക്കിയെടുക്കണം. കണ്ട എന്ത് നല്ല ക്രീമി ആയെന്നറിയോ, നല്ല സ്മൂത്താണ്, സിൽക്കി, വളരെ ക്രീമിയാണ്. ഇതിനിയും പൈപ്പിംഗ് ബാഗിലൂടെ കപ്പ് കേക്കിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാമേ. കപ്പ് കേക്ക്സ് എല്ലാം റെഡിയായി. ഇതിൻ്റെ പുറത്ത് ഫ്രോസ്റ്റിംഗ് തേക്കുമ്പോൾ കണ്ടില്ല, ഇത് ഹാർട്ട് ഷേപ്പ് ഞാൻ വെച്ചേക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ തോന്നത്തില്ലായിരിക്കും. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഹാർട്ടാണേ. ഫ്രോസ്റ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് ഹാർട്ട്സ് ഉണ്ട്, ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് എൻ്റെ പുറത്തോട്ട് ഞാൻ ഇടാൻ പോകും. നമുക്ക് കുറച്ച് ഹാർട്ട്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം.
ഇത് വേഫേഴ്സ് പോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടില്ലേ, സോ ക്യൂട്ട്. കഴിച്ചു നോക്കാം. ക്രീം ഉണ്ടല്ലോ, ഭയങ്കര സ്മൂത്താണ്. കേക്കിൻ്റെ അകം കണ്ടോ, വളരെ സോഫ്റ്റ്. അത് കാണാൻ പറ്റുമല്ലോ. ഞാനിപ്പം വാലന്റൈൻസ് ഡേ കേക്ക് ഉണ്ടാക്കിയത്. സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ് ഈ റെഡ് വെൽവെറ്റ് കപ്പ് കേക്ക്സ്. ഇതിന് ഓവർ മധുരമൊന്നുമില്ലേ, പാകത്തിനുള്ള മധുരമേ ഉള്ളൂ. ഇവൻ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് വെച്ചിട്ട് അതിന് ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കണം, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് റൊമാൻസ് പ്രകടിപ്പിക്കാനുള്ള ഒരു ദിവസമാണ്. അത് നമ്മളറിയാതെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇത് യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെയല്ല. വാലന്റൈൻസ് ഡേക്ക് ജെൻഡർ ഒന്നുമില്ല, പ്രായമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് ജെൻഡറിലുള്ളവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം വേൾഡ് വൈഡ് മുഴുവൻ സെക്യുലറായിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിത് നമ്മുടെ അഫെക്ഷൻ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ഗിഫ്റ്റ്സ് കൊടുത്ത്, ചോക്ലേറ്റ്സ് കൊടുത്ത്, ഫ്ലവേഴ്സ് കൊടുത്ത്, അല്ലെങ്കിൽ സമയം ഒരുമിച്ച് ക്വാളിറ്റി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തൊക്കെ കാണിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം സ്നേഹവും പ്രകടിപ്പിക്കാനുള്ള ദിവസമാണ്. അപ്പൊ എന്റെ സ്നേഹം നിങ്ങളിലേക്ക് ഈ കേക്ക് വഴി ഞാൻ അയക്കുന്നു. ഈ വർഷം എന്റെ വാലന്റൈൻ ഇവിടെ ഇല്ല, അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. Till then.